ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പെപ്പർ ചിക്കൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെളുത്തുള്ളി 12 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 8 എണ്ണം നടുവേ കീറിയത്, 2 തണ്ട് കറിവേപ്പില, ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് 3 സവാളയും കൂടെ അരിഞ്ഞെടുക്കാം. ഇവിടെ കുരുമുളകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. വാടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വാടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മസാലയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ടതിന് ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കുവാണ്. നമ്മൾ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നമുക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടെ മുന്നിൽ നിൽക്കും. ഞാനിവിടെ 300 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിലോട്ട് ആ ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിന് ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പകുതി വെന്തിട്ടുണ്ട് നമ്മുടെ പെപ്പർ ചിക്കന്. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായിട്ടുണ്ട്. നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇത് കുരുമുളക് അധികമായി ഇട്ടതുകൊണ്ട് നല്ല കുരുമുളകിൻ്റെ നല്ല മണം മുന്നിൽ നിൽപ്പുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.
നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.